പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ജനുവരി 9 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കറണ്ട് അഫേഴ്സ് ഏതൊരു എക്സാമിനും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. നെയിം ഓഫ് ദ പ്ലെയർ ഫ്രം കേരള ഹു സ്കോർഡ് എ മാച്ച് വിന്നിംഗ് സെഞ്ചുറി ഫോർ UAE ഇൻ ഹിസ് ഫസ്റ്റ് വൺ-ഡേ ഇൻ്റർനാഷണൽ എഗെയിൻസ്റ്റ് അയർലൻഡ്. അയർലൻഡിനെതിരെ ആദ്യ ഏകദിനത്തിൽ UAEക്ക് വേണ്ടി മത്സരത്തിൽ സെഞ്ചുറി നേടി വിജയിച്ച കേരളത്തിൽ നിന്നുള്ള കളിക്കാരൻ്റെ പേര്? CP റിസ്വാൻ, ചുണ്ടങ്ങാപ്പോയിൽ റിസ്വാൻ. 2021 ജനുവരി 8 അബുദാബിയിൽ വെച്ച് UAE ടീമിന് വേണ്ടി 109 റൺസ് നേടിക്കൊണ്ട് അയർലൻഡിനെതിരെ വിജയിച്ചു. കേരളത്തിലെ ഒരു ആദ്യ ബാറ്റ്സ്മാനാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി വൺ-ഡേ ഇൻ്റർനാഷണൽ മാച്ചിൽ സെഞ്ചുറി നേടുന്ന ഒരു വ്യക്തി. വിച്ച് ഓർഗനൈസേഷൻ ഓഫേഴ്സ് ഫ്രീ ഡൊമൈൻ ഇൻ ലോക്കൽ ഇന്ത്യൻ ലാംഗ്വേജസ്? പ്രാദേശിക ഇന്ത്യൻ ഭാഷകളിൽ സൗജന്യ ഡൊമൈൻ വാഗ്ദാനം ചെയ്യുന്ന സംഘടന ഏതാണ്? നിക്സി, നാഷണൽ ഇൻ്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ 22 ഔദ്യോഗിക ഭാഷകളിൽ ഫ്രീ ഡൊമൈൻ നൽകുന്നു. ഹൂ ബിക്കെയിം ദി ഫസ്റ്റ് വുമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് തെലങ്കാന ഹൈക്കോർട്ട്? തെലങ്കാന ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയതാരാണ്? ജസ്റ്റിസ് ഹിമ കോഹ്ലി. 2021 ജനുവരി 7 തെലങ്കാന ഹൈക്കോടതിൻ്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ഹിമ കോഹ്ലി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് തമിലിസൈ സുന്ദരരാജൻ, ഗവർണർ ഓഫ് തെലങ്കാന. ചീഫ് മിനിസ്റ്റർ K. ചന്ദ്രശേഖർ റാവു ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഹൂ വിൽ ലീഡ് ദ ടീം ഓഫ് ഓൾ വുമൻ പൈലറ്റ്സ് ഫ്രം എയർ ഇന്ത്യ ടു സെറ്റ് ഹിസ്റ്ററി ബൈ ഫ്ലൈയിങ് ഓവർ ദി നോർത്ത് പോൾ? ഉത്തരധ്രുവത്തിന് മുകളിലൂടെ പറന്ന് ചരിത്രം സൃഷ്ടിക്കാൻ എയർ ഇന്ത്യയിൽ നിന്നുള്ള വനിതാ പൈലറ്റുമാരുടെ ടീമിനെ ആരാണ് നയിക്കുക? സോയ അഗർവാൾ. എയർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സോയ അഗർവാൾ ആണ് 16,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള സാൻ ഫ്രാൻസിസ്കോ മുതൽ ബാംഗ്ലൂർ വരെ ഉത്തര ധ്രുവത്തിന് മുകളിലൂടെ പറന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നത്. വിച്ച് ഓർഗനൈസേഷൻ റീസെൻ്റ്ലി ഡിപ്ലോയിഡ് ഇന്ത്യസ് ഫസ്റ്റ് ഓൾ ഫീമെയിൽ ടീം ഫോർ കണ്ടിജൻസി ഡ്യൂട്ടീസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഗംഗ റിവർ? ഗംഗ നദീതീരത്ത് ആകസ്മിക ചുമതലകൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ടീമിനെ അടുത്തിടെ വിന്യസിച്ച സംഘടന ഏതാണ്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരം ആശങ്ക ഉളവാക്കുന്ന ദുരന്ത സാഹചര്യത്തിനോ ദുരന്തത്തിനോ പ്രത്യേക പ്രതികരണത്തിനായി രൂപീകരിച്ച ഒരു ഇന്ത്യൻ പ്രത്യേക സേനയാണ് ദേശീയ ദുരന്ത പ്രതികരണ സേന. Who is the world richest man as per the date of Bloomberg Billionaires Index on 7th January 2021? ബ്ലൂംബർഗ് ശതകോടീശ്വരൻ സൂചികയുടെ 2021 ജനുവരി 7 പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികൻ ആരാണ്? എലൻ മസ്ക്. സ്പേസ് എക്സും ടെസ്ല ഫൗണ്ടറിൻ്റെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള എലൻ മസ്ക് ആമസോണിൻ്റെ ജെഫ് ബെസോസിനെ മറികടന്നുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ധനികനായിട്ട് മാറിയ വ്യക്തി. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ നമ്മളിൽ നല്ല കോൺഫിഡൻസ് വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.